ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ മലയാളി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ കിച്ചുവിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, പോസിറ്റീവായിട്ടൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് ഈ ഒരു രേണു എന്തൊക്കെയാണ് കിച്ചുവിനെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ളൊരു കാര്യം, അതിനുശേഷം ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം എന്തൊക്കെയാണ് ആൾക്കാർ രേണുവിനെതിരെ സംസാരിക്കുന്നതെന്ന്, പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള എൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പും ചെയ്തേക്കുക. നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രേണു സുധി ഉണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രേണുവിനുണ്ടെങ്കിൽ ക്യാൻസറാണ്, അതിൻ്റെ ചികിത്സയും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിനകത്ത് മെയിനായിട്ട് ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വരുന്ന നെഗറ്റീവ് കമൻസിനുള്ള മറുപടിയും രേണു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആരോഗ്യത്തിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യമേ ഉണ്ടെങ്കിൽ രേണു ഈ ഒരു ആരോഗ്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഇപ്പം ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കീമോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ ഈ ഒരു സമയത്ത് സപ്പോർട്ടായിട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരിയുടെ ഭർത്താവും, അതുപോലെ തന്നെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ഇളയ മോൻ, ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കാര്യം കൂടി ഈ ഒരു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാനുണ്ടെങ്കിൽ വിഗ്ഗാണ് വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് വിഗ്ഗൊക്കെ ഊരി കാണിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ തരണമെന്ന് വിചാരിച്ചത് ചില കാരണങ്ങൾ കൊണ്ടാണ്, അത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് രേണു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു ആരോഗ്യത്തിൻ്റെ ടോപ്പിക്കിൽ മെയിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആങ്കർ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ രേണുവിന് പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കിച്ചുവിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കിച്ചുവും രേണുവും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യം, കിച്ചു ഒരു വീഡിയോ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ചാനലിൽ. ആ ഒരു ചാനലിനകത്ത് കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെതിരെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ഈ ഒരു രേണു ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനെവിടെ പോകുന്നു അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടോ ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു രേണുവിൻ്റെ കുടുംബക്കാർ കൊണ്ട്, അതായത് ഈ ഒരു സഹോദരിയുടെ ഭർത്താവൊക്കെ കൊണ്ട് തന്നെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ പണിക്കൊന്നും പോകുന്നില്ലായിരുന്നു, എല്ലാം അച്ഛനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കിച്ചു പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രേണു ഉണ്ടെങ്കിൽ തന്നെ ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ കൂടി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയധികം കൂട്ടുകെട്ടിലൊക്കെ പോയി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കിച്ചു ആ ഒരു വീഡിയോയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് രേണുവിനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുണ്ടെങ്കിൽ കിച്ചുവിനെ നോക്കിയിട്ടില്ലായിരുന്നു, അപ്പോൾ എല്ലാം അഭിനയമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആൾക്കാർ ഈ ഒരു രേണുവിനെതിരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് രേണു ഉണ്ടെങ്കിൽ മറുപടിയായിട്ട് പറഞ്ഞത്, ഞാൻ ഇത്രയും വയസ്സ് വരെ നോക്കിയതാണ്, ഇങ്ങനെ തിരിച്ചു പറയുമെന്നൊന്നും വിചാരിച്ചില്ല എന്നുള്ളതാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ള വീഡിയോസൊക്കെ പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ രേണു ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ക്യാൻസറൊക്കെ ആണ് രേണുവിന് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കിച്ചു എന്തുകൊണ്ട് രേണുവിനെ പോയി കാണുന്നില്ല എന്നുള്ള രീതിയിൽ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നൊക്കെ പറഞ്ഞാലും കിച്ചുവിനെ നോക്കിയിട്ടുണ്ടതല്ലേ, അപ്പം പോയി കാണണം എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് പോയി കാണാത്തതിൻ്റെ പേരിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊന്നും കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു കിച്ചു ഒരു പോസ്റ്റൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് ഈ ഒരു രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഞാൻ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയ സമയത്ത് കിച്ചുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ളവനാണ്. പിന്നെ ഇതിപ്പോൾ മാറ്റി പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ആരെങ്കിലും ഇതിനിടയിൽ നിന്ന് കളിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു രേണുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്ന തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയപ്പൊന്നും വലുതായിട്ടില്ല എന്ന് കിച്ചുവും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ രേണുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾക്കാർ രേണുവിനെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ പോലെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത്
അതായത് ഈ ഒരു ക്യാൻസറൊക്കെ ആയിരുന്ന സമയത്തും ചിലപ്പം വീഡിയോസും റീൽസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. ചില പൈസയ്ക്ക് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ആൾക്കാർ ആവശ്യമില്ലാതെ വന്നിട്ട് കിച്ചുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ ഒരു രേണുവിനെ ഭയങ്കരമായിട്ട് തളർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് രേണു ഉണ്ടെങ്കിൽ ഈ ഒരു വരുന്ന കമൻസൊക്കെ സ്റ്റോറി എടുത്തിടുമായിരുന്നു, ഈ നെഗറ്റീവ് കമൻസൊക്കെ. എന്തായാലും ഇപ്പോഴ് ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ടെങ്കിൽ രേണു ആ ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം, കിച്ചുവിൻ്റെ പേരിലാണ് കുറേയധികം പേര് എന്നെ ആക്രമിക്കുന്നതെന്നുള്ളതാണ്. ഈ ഒരു കിച്ചു ഇതുവരെ എനിക്ക് ക്യാൻസറായി എന്തെല്ലാം അറിഞ്ഞിട്ട് പോലും എന്നെ വന്നൊന്നും കണ്ടിട്ട് പോലുമില്ല. അവനെ ഞാൻ അവൻ്റെ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഞാനാ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവരൊന്നും അവനെ അന്ന് നോക്കിയതോ കൂടെ ഒന്നുമില്ലായിരുന്നു. ഇപ്പം പൈസയൊക്കെ ആയപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് കാണും. പക്ഷെ അന്ന് സമയത്ത് ഞാൻ മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. അവനതെല്ലാം മറന്നുപോയി. ഇപ്പം അവനുണ്ടെങ്കിൽ ആരെയും എന്നെ ഒന്നും വേണ്ട, അവനെ നോക്കിയ ആരെയും വേണ്ട, അവന് വേറെ ആൾക്കാരെയൊക്കെയാണ്. പൈസ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയി. അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ എനിക്കൊരു അസുഖമുണ്ട് എന്ന് അറിയുന്ന സമയത്ത് അവൻ എന്നെ വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ എന്നെ വന്ന് കാണുകയോ വിളിക്കുകയോ ഒന്നും മെസ്സേജ് അയക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ അവനോട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഇളയ കുട്ടിയുണ്ട്. അവനുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പക്ഷേ അവന് വേണ്ടി ഞാൻ ജീവിക്കും. ഈ ഒരു കിച്ചു ചെയ്ത പല കാര്യങ്ങളും എനിക്ക് വിഷമം ഉണ്ടാക്കിയെന്നും രേണു ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. മെയിനായിട്ടും ഞാൻ ഈ ഒരു കിച്ചു ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ കിച്ചു എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ട സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കിച്ചു എനിക്കെതിരെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. കാരണം തലേ ദിവസം വരെ ഇതേണക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, ഓരോ സ്ഥലത്ത് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതേ കണക്ക് എനിക്കെതിരെ ഒരു വീഡിയോ ഇടാന്ന് പറയുമ്പോഴത്തേനും എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമേ കണ്ടപ്പോൾ എന്താണ് കിച്ചു ഇങ്ങനെ ചെയ്തതെന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് വീഡിയോസ് എനിക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും അവ എന്നെ വന്ന് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ റീലിലൂടെ ചിരിച്ചെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അവൻ എന്നെ വന്ന് കാണാത്തത്. ഞാൻ അവനെ മോനെ പോലെ തന്നെയാണ് കണ്ടത്, എൻ്റെ ഋതപ്പനെ പോലെ തന്നെയാണ് അവനെ കണ്ടിട്ടുള്ളത്. പക്ഷേ അവൻ എന്നെ തിരിച്ചങ്ങനെ കണ്ടിട്ടില്ല. കുറേ അധികം പേരുണ്ടെങ്കിൽ ഞാൻ കിച്ചുവിനെ നോക്കിയിട്ടില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാനും സുധിച്ചേട്ടനും ഒക്കെ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് പൈസ ഇല്ലാത്ത സമയത്ത്. എന്നിട്ട് പോലും അവന് ആ സമയത്ത് പോലും പൈസയ്ക്ക് ബുദ്ധിമുട്ടോ വരുത്താതെ അവന് പട്ടിണിക്കിടാതെ ഞങ്ങൾ രണ്ടുപേരും നോക്കിയിട്ടുണ്ടായിരുന്നു. അവൻ പട്ടിണി പോലും കടന്നിട്ടില്ല. അപ്പം ഇതൊന്നും അവനെ അറിയിക്കാതെ വളർത്തിയതാണ്. എന്നിട്ട് പോലും അവന് ഞങ്ങളെ കഷ്ടപ്പാടൊന്നും മനസ്സിലായതുമില്ല. ഞാൻ അവനെ എങ്ങനെ നോക്കിയിട്ടുണ്ടെന്നോ മനസ്സിലായിട്ടില്ല. അവനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോലും എന്നെ അവഗണിച്ചത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ഞാൻ അവനെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അവനുമായിട്ട് വലിയ ബന്ധമോ കാര്യമൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കിച്ചുവിനെ പറ്റി രേണു ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നെഗറ്റീവായിട്ട് വരുന്ന കമൻസിനെ കുറിച്ച് ചോദിച്ചതിന് രേണു പറഞ്ഞൊരു കാര്യം, ഈ ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്ത് ആൾക്കാർ തന്നെ വെറുതെ വിടുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. കുറേയധികം പേര് ആദ്യമേ വന്നിട്ട് ഇനി രേണുവിനെ പറ്റി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഞാനാണ്. എന്നെ വെച്ചിട്ടാണ് അവർ അരി വാങ്ങുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. അത് ചില ഓൺലൈൻ മീഡിയാസ് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയെ പറ്റി കണ്ടൻറ് ഇല്ലെങ്കിൽ എനിക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, ചേച്ചിയെ പറ്റി എന്തെങ്കിലും കണ്ടൻറ് ഞാൻ ചെയ്യുവാണെന്ന് പറഞ്ഞ് ഓൺലൈൻ മീഡിയാസ് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതൊന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കും. ഓരോ ദിവസം എന്നെപ്പറ്റി ഓരോന്നാണ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില യൂട്യൂബേഴ്സ് പല രീതിയിലുള്ള തംബ്നെയിലിനെ കുറിച്ച് ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, ചില തംബ്നെയിലൊക്കെ ചേച്ചി പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഈ ഒരു രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്തും ഇതുപോലുള്ള കുറേയധികം പേരുണ്ടെങ്കിൽ അവരുടെ വരുമാനത്തിന് വേണ്ടി നമ്മളെ ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുകയും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചിഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ ഇതേ കണക്ക് ഒരാൾക്കൊരു അസുഖം വന്നിട്ട് ഇതേ കണക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും. അതൊന്നും നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ ഇവരൊന്നും നോക്കുന്നില്ല. എന്നെപ്പറ്റി എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പോൾ കിച്ചു എനിക്കത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അവനുണ്ടെങ്കിൽ കുട്ടിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ നീ ഇത്രയും വളർന്നിട്ടില്ലേ, എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കൊന്നും പറയാൻ വയ്യ. എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് പോലും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് വന്നാലും നെഗറ്റീവ് കമൻസ് മാത്രമാണ്. ചിലവരുണ്ടെങ്കിൽ ഞാൻ മരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചരമ വാർത്തയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെ പറ്റിയൊക്കെ എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഇളയ കുട്ടിക്ക് വേണ്ടി, എൻ്റെ ചേച്ചിക്ക് വേണ്ടിയൊക്കെ ഞാൻ എൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ
സപ്പോർട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബാക്കി വരുന്നതിനൊന്നും ഞാൻ വലിയ രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ളതും രേണു ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫുള്ള് രേണുവിന് നെഗറ്റീവായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു അസുഖത്തിൽ പോലും ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സാണ് വന്നുകൊണ്ടിരുന്നത്. മൊത്തത്തിൽ ആ ഒരു കമൻറ്റ് ബോക്സ് മൊത്തം കിച്ചുവിന് സപ്പോർട്ട് കൂടിയായിരുന്നു. കിച്ചുവിനെ പറ്റി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൻ നല്ല രീതിയിൽ ജീവിക്കാൻ പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കിച്ചുവിൻ്റെ കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. സ്വന്തമായിട്ട് എന്തോ ഒരു ടീഷർട്ട് ബ്രാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ഏതൊരു കളക്ടർ കൂടിയാണ്. അപ്പം ആ ഒരു സമയത്തൊക്കെ നീ എന്തിനാണ് ആവശ്യമില്ലാതെ കിച്ചുവിനെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത്? ആൾക്കാർ നെഗറ്റീവ് പറയാനാണോ നീ അപ്പം ചെയ്യുന്നത്? നിനക്ക് കിച്ചുവിനോടൊപ്പം ഒട്ടും ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിന് സപ്പോർട്ടായിട്ടും രേണുവിനെതിരെയാണ് കുറേയധികം പേര് വീഡിയോസിൽ ആ ഒരു താഴെ വന്നിട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കമൻറ്റ് ബോക്സൊക്കെ കണ്ടിട്ടും അതുപോലെ തന്നെ രേണു ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മറ്റ് ചില യൂട്യൂബേഴ്സ് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രേണു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, എന്തിനാണ് വെറുതെ കിച്ചുവിനെ പിന്നെ വലിച്ചടിക്കുന്ന ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രേണുവിനെതിരെ ആൾക്കാർ സംസാരിക്കുന്നത്, നീ ഉണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ തന്നെ നിനക്കെതിരെ ആരും സംസാരിക്കത്തില്ല എന്നുള്ള രീതിയിൽ കുറേയധികം യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തതിന് താഴെയും കുറേയധികം പേര് രേണുവിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കാം രേണുവിന് ഭയങ്കര ഒരു ഹേറ്റുണ്ട് ഈ ഒരു സമയത്ത് പോലും എന്നുള്ളത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ചിലവർ യോജിക്കാതിരിക്കാം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാം. സോ ഞാൻ എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഫസ്റ്റ് രേണുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രേണു ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്, ചികിത്സയുടെ ആവശ്യമാണ്, പിന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ പൈസ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. അതങ്ങനെ തന്നെ പൈസയൊക്കെ കിട്ടട്ടെ, ആരോഗ്യമൊക്കെ തിരിച്ചിട്ടട്ടെ, കുട്ടിയുടെ കാര്യമൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ. ഈ ഒരു ഇൻ്റർവ്യൂവിൽ കിച്ചുവിനെതിരെ സംസാരിക്കുന്ന ഒരു പോർഷനുണ്ട്. അതായത് രേണുവിന് വിഷമം വന്നു, ഇതേ കണക്ക് കിച്ചു ഉണ്ടെങ്കിൽ വന്ന് കണ്ടിട്ടില്ല എന്നുള്ളത്. അത് വിഷമം വരുന്നതുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. പിന്നെ കുറേയധികം പേർക്ക് ചോദിക്കാം, ഈ ഒരു രേണു ഉണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അത് എനിക്കറിയത്തില്ല. കിച്ചു ഒരു കാര്യം പറയുന്നു, രേണു ഒരു കാര്യം പറയുന്നു. ഇത് ആര് പറയുന്ന സത്യം എന്നുള്ളത് എനിക്കും മൊത്തത്തിൽ അറിയാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ പേര് നമ്മൾ കിച്ചു പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകും. കാരണം കിച്ചു അനുഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ രേണുവിനെ പറ്റി കുറേയധികം ആരോപണങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നതുകൊണ്ട് കിച്ചു പറയുന്നത് കൂടുതൽ പേര് വിശ്വസിക്കത്തുള്ളൂ. അപ്പോഴത്തേന് എന്തായാലും രേണു അങ്ങനെ എന്നെ വന്ന് കണ്ടില്ല കിച്ചു എന്നുള്ള പറഞ്ഞ് വിഷമിച്ചതിൽ ഒരു കുറ്റമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിഷമം വരാം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു 11 വയസ്സ് തൊട്ട് ഒരു 18 വയസ്സ് വരെ നോക്കിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ എല്ലാം മോശം ചെയ്തില്ലെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും നന്മ ചെയ്ത് കാണും. ആ ഒരു കാര്യത്തിൽ എനിക്ക് കിച്ചുവിനോട് ഒന്ന് പോയി കാണാമായിരുന്നു. എന്തെന്നൊക്കെ പറഞ്ഞാലും ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ ആയിരുന്നു. അത് ചെയ്യാത്തത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ഒരു രേണു ഉണ്ടെങ്കിൽ കിച്ചുവിനെ പറ്റി ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിങ്ങനെ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഈ ഒരു അമ്മയും മോനും ഇവർ അങ്ങനെ തന്നെയാണല്ലോ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും, ഞാൻ കിച്ചുവിനെയും പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇത് കണക്കുള്ള ഒരു സംസാരം നിർത്തിയിട്ട് അവർക്ക് കുറച്ചും കൂടി പേഴ്സണലി ആയിട്ട് എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ട് ഫാമിലി ആയിട്ടിരുന്നൊന്ന് സംസാരിച്ച് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് രേണു ഉണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് കിച്ചുവിൻ്റെ പേരെടുത്തിടുമ്പോൾ ആൾക്കാർക്ക് വിഷമം തോന്നും. കാരണം കിച്ചുവിനോട് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമുണ്ട്. അപ്പോഴത്തേനും അവൻ്റെ പേര് ഇതിലേക്ക് ആവശ്യമില്ലാതെ വലിച്ചിരിക്കുമ്പോഴത്തേനും എല്ലാവർക്കും രേണുവിനോട് ഇഷ്ടക്കേട് വരും. അതിൻ്റെ ആവശ്യമില്ലാതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രേണു ഇതേ കണക്ക് കിച്ചുവിൻ്റെ പേര് ഇനി വലിച്ചഴയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതിൻ്റെ കാര്യം, കുറേയധികം പേര് ഇതേ കണക്ക് ഈ രേണു മരിക്കണം അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇടുന്നത് കാണുന്നുണ്ട്. ഇത് രേണുവിനോടുള്ള ഇഷ്ടക്കേട് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയ്ക്ക് മാനസികമായിട്ടൊക്കെ ഒരു വ്യക്തിയെ, അസുഖം വന്നിരിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെ കമൻറ്റ്സ് ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കമൻസിലൊക്കെ നീ അങ്ങ് മരിച്ചു പോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ചിലവരുണ്ടെങ്കിൽ ഈ ഒരു രേണുവിൻ്റെ പോസ്റ്ററൊക്കെ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നത് കണ്ട്. അപ്പം ഇങ്ങനെ കുറേയധികം പേര് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്ന ഒരാൾക്കാരുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ശരിയായിട്ടില്ല രേണു, അത് ചെയ്യാൻ പാടില്ല, ആരോഗ്യം കറക്റ്റായിട്ട് വരട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു മനസ്സ് കാണുമല്ലോ, നല്ല മനസ്സ് കാണും. അതായത് എന്തൊക്കെ ഇഷ്ടക്കേടുണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യമൊക്കെ നല്ലതാവട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ മറ്റ് ചിലരുണ്ട് ഇതേ കണക്ക് രേണു ഉണ്ടെങ്കിൽ അങ്ങ്
മരിച്ചു പോട്ടെ എന്നുള്ള രീതിയിലടക്കം കമൻസ് ഇടുന്നത് അതെനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇടുന്നവരുടെ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ കൂടെ ജീവിക്കുന്നവരെ എങ്ങനെയാണ്, അവരോട് സ്നേഹം പോലും ഇല്ലയോ, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഡിപ്രഷനിലൂടെ വല്ലതും കടന്നു പോവുകയാണോ? എന്തിനാണ് രേണുവിനോട് ഈ രീതിയിലേക്കൊരു നെഗറ്റീവ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും രേണുവിൻ്റെ ഈ ഒരു വിഷയത്തിലും കിച്ചുവിൻ്റെ ഈ ഒരു വിഷയത്തിലും അവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഋതപ്പൻ എന്ന് പറഞ്ഞ ഇളയ കുട്ടിയുണ്ട്, അവനൊരു ചേട്ടൻ്റെ ഒരു സാന്നിധ്യം വേണം. അതുപോലെ തന്നെ കിച്ചുവിന് ഒരു അമ്മയുടെ സാന്നിധ്യമൊക്കെ വേണം. എന്തായാലും നോക്കിയെന്ന് പറയുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകും, അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ പറയുന്ന വിഷയത്തിൽ കുറേയധികം പേർക്കെങ്കിലും ഡിഫറെൻ്റ് ഒപ്പീനിയനൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് അത് കമൻറ്റ് ബോക്സിൽ പറയാം. അതും നല്ല രീതിയിലുള്ള കമൻസ് ആവണം. അതായത് ഈ പറഞ്ഞ പോയിൻറ്റ്സിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയാം. അതിന് പകരം ഇപ്പോൾ ഞാൻ രേണുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞ കണക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് താറടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മറുപടി എന്താണ് അത് നല്ല രീതിയിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്.